മൂന്ന് നാൾ കഴിഞ്ഞാൽ പുരാഘോഷം നടക്കേണ്ടിയിരുന്ന മണ്ണിലെ അപ്രതീക്ഷിത ദുരന്തത്തിന്റെ ആഘാതത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് തൃശൂർ, പ്രത്യേകിച്ച് മുണ്ടത്തിക്കോട്. മരിച്ച 13 പേരിൽ 4 പേരെ മാത്രമേ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ പുനരാരംഭിക്കും. DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എത്ര പേർ അപകടത്തിൽ പെട്ടു എന്നതും വ്യക്തമാവുകയുള്ളൂ. 11 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. അതിൽ 5 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. അതേസമയം ദുരന്തഭൂമിയിൽ മൃതദേഹാവശിഷ്ടങ്ങൾക്കായി തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ആധുനിക സംവിധാനങ്ങളും കെഡാവർ നായികളെയും ഉപയോഗിച്ചുകൊണ്ടാണ് തെരച്ചിൽ നടക്കുന്നത്. ഫോറൻസിക് വിദഗ്ധരും പെസോ അധികൃതരും അപകട സ്ഥലത്ത് പരിശോധന നടത്തും. അർജുൻ മട്ടന്നൂരും ജെയ്സൺ ചമവളപ്പിലും TV പ്രസാദും അഭിജിത്ത് മുഴക്കുന്നും ഷാഹദ് റഹ്മാനും SS ശരണും സോണൽ കൃഷ്ണയും തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു, വിവിധ ഇടങ്ങളിൽ നിന്നായി വിവിധ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട്. ആദ്യം അർജുനിലേക്ക്. അർജുൻ, ഒരു ഗുഡ് മോർണിംഗ് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നടുക്കുന്ന ദൃശ്യങ്ങളും അതിൻ്റെ വിവരണങ്ങളും കേട്ട് യഥാർത്ഥത്തിൽ തല മരവിച്ചിരിക്കുകയാണ്. ആരും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടാവുന്നത്. 12 വർഷമായി മുണ്ടത്തിക്കോട് സ്വദേശിയായ സതീശൻ ലൈസൻസ് ഏറ്റെടുത്ത് നടത്തുന്ന വെടിമരുന്ന് ശാലയ്ക്കാണ് ഇന്നലെ ഉച്ച കഴിഞ്ഞ് വലിയ തീപിടുത്തമുണ്ടായതും സ്ഫോടനമുണ്ടായതും. അതിലാണ് നമുക്ക് 13 പേരെ നഷ്ടപ്പെട്ടത്. ഇപ്പോഴും 2 പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഇന്ന് പുലർച്ചെ നമ്മൾ അവിടെ എത്തുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന കാഴ്ചകൾ എത്രത്തോളമാണ്, ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ആകാശ കാഴ്ചകൾ കൂടി നമ്മളോട് പറഞ്ഞു നൽകുന്നുണ്ട്. 2.5 ഏക്കറോളം വരുന്ന മുണ്ടത്തിക്കോട്ടെ പാടശേഖരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ മുഴുവൻ ഒരു ബോംബ് വീണതുപോലെ കത്തിയമർന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ പരിശോധന തുടരുകയാണോ അർജുൻ മട്ടന്നൂർ? ഡോക്ടർ അരുൺകുമാർ, അത് പറഞ്ഞതുപോലെ തന്നെയാണ്. ഇന്നലെ രാവിലെ വലിയ പൂരാവശ്യത്തിൽ വലിയ ആവേശത്തോടു കൂടി ഈ വെടിക്കെട്ടിന് വേണ്ട സാമഗ്രികൾ ഒരുക്കുന്ന തൊഴിലാളികൾ ഒരു പകൽ പിന്നിട്ട് കഴിയുമ്പോൾ അവിടെ ഒരു ദുരന്ത ഭൂമിയായി ഈ മേഖല മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇന്ന് പരിശോധന വീണ്ടും പുനരാരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറും അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ പ്രാഥമികമായ ഒരു കൂടിയാലോചന നടത്തുകയാണ്. ഏത് തരത്തിൽ പരിശോധന നടത്തണം എന്നതാണ് പ്രധാനമായും ആലോചിക്കുന്നത്. കടാവർ നായ്ക്കളെയും എത്തിച്ചിട്ടുണ്ട്. ആകെ 3 നായ്ക്കളെ എത്തിക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 2 കടാവർ നായ്ക്കളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ബോംബ് സ്ക്വാഡ്, ഫോറൻസിക് വിദഗ്ധരടക്കം ഉള്ള ആളുകളും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ RDOയുടെ അന്വേഷണവും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. പരമാവധി സാമ്പിളുകൾ ശേഖരിക്കുക, എങ്ങനെയാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത് എന്ന് കണ്ടെത്തുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പരിശോധന നടക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ പരിശോധന പുനരാരംഭിക്കും. ഈ കാണുന്ന മേഖല മുണ്ടത്തിക്കോട് എന്ന് പറയുന്ന ഈ പാടശേഖരത്തിന് നടുവിലുള്ള ഈ മേഖലയിലാണ് അപകടമുണ്ടായത്. 6 വെടിക്കെട്ട് പുരകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ 6 പുരകളും നാമാവശേഷമായ നിലയിലാണ്. മാത്രവുമല്ല, ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് പരിശോധനയും പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ മുണ്ടത്തിക്കോട് പാടശേഖരത്തിൽ അപകടം നടക്കുന്ന മേഖലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഈ സ്ഥലം സന്ദർശിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയേണ്ട കാര്യം, ഇന്നലെ അദ്ദേഹം മെഡിക്കൽ കോളേജിലും എത്തിയിരുന്നു. ഇന്ന് കളക്ടർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സ്ഥലം സന്ദർശിക്കുന്നു. വീഴ്ചകളുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സ്ഥലത്ത് സന്ദർശനം നടത്തുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കാണാം. അർജുൻ മട്ടന്നൂർ തിരിച്ചു വരാം. സുരേഷ് ഗോപി പ്രതികരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ആ പ്രതികരണം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്നുകൂടി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഒപ്പം ഷാഹദ് റഹ്മാൻ കൂടിയുണ്ട്. നിലവിൽ പല ഇടങ്ങളും, അതായത് ഈ മുണ്ടത്തിക്കോട് ഈ വെടിക്കോപ്പ് നിർമ്മാണശാലയുണ്ടായിരുന്നതിൻ്റെ ഏകദേശം 150 മുതൽ 200 മീറ്റർ വരെയുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ അതിൻ്റെ ആഘാതമുണ്ടായി. അവിടേക്കൊക്കെ ഈ അമിട്ടിൻ്റെ ഭാഗങ്ങൾ വന്ന് വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. ചില ഇടങ്ങളിലെങ്കിലും ചില മൃതദേഹ ഭാഗങ്ങളും തെറിച്ചു വീണു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ നടുക്കത്തിൽ നിന്ന് നാട്ടുകാരും സമീപവാസികളും ഇനിയും മുക്തരായിട്ടില്ല.